നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളുടെയും അവസാന ചിത്രം ഇനിയും പുറത്തുവരാനിരിക്കുന്നേയുള്ളൂ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടികളെല്ലാം ഈ നിർണായക തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും ഒരുങ്ങിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പ്രത്യേകിച്ച് മോദി ഭരണത്തിന് അറുതി വരണമെന്നാഗ്രഹിക്കുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പൊതുരീതികൾ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയെന്ന് അവകാശപ്പെടുന്ന വലിയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉത്തരം കാത്തു നിൽക്കുകയാണ്. കളമൊരുങ്ങിയോ എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി VPP മുസ്തഫ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ആദ്യം BJPയുടെ പ്രതിനിധി പ്രിന്റു മഹാദേവിലേക്കാണ് പോകുന്നത്. ശ്രീ പ്രിന്റു, ഇപ്പോൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുകയാണ്. 370 സീറ്റിൽ തനിച്ച് BJP 370 സീറ്റ് നേടും. 400+ എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് നിലവിൽ ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ 70 സീറ്റുകൾ കൂടി BJPക്ക് ആവശ്യമുണ്ട്. അതായത് ദക്ഷിണേന്ത്യ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടി ഉള്ള സീറ്റുകൾ സമാഹരിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ വലിയൊരു ലക്ഷ്യത്തിലേക്ക് BJPക്ക് എത്താൻ കഴിയുകയുള്ളൂ. പക്ഷെ നോക്കൂ, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്ര, തമിഴ്നാട്, കേരളം സംപൂജ്യമാണ്. ഈ 84 സീറ്റുകളാണ് ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടുള്ളത്. ഇവിടെയെല്ലാം സംപൂജ്യമാണ്. ഒപ്പമാണ് അത്തരത്തിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ശോഭാ കരന്ദലജയെ പോലുള്ള ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തുന്ന നേതാക്കളും. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇന്നത്തെ ഒരു അവസ്ഥയിൽ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നേരിടാൻ പോകുന്നത്. നമുക്കറിയാം, മോഡി സർക്കാർ ആദ്യമായിട്ട് വരുന്ന സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം 282 സീറ്റാണ് BJP നേടിയത്. അങ്ങനെ കേവല ഭൂരിപക്ഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരൊറ്റകക്ഷി ഭരണത്തിലേക്ക് രാജ്യം മാറി. പിന്നീട് നരേന്ദ്രമോദി രണ്ടാം ഘട്ടത്തിൽ വരുന്ന സമയത്ത് 303 സീറ്റുകൾ നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് NDA 400 സീറ്റും 350+ BJP എന്ന രീതിയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയമായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചില്ല എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന ഇലക്ഷൻ പ്രവർത്തനം 2 വർഷങ്ങളായിട്ട് 2 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് BJP. പ്രത്യേകിച്ച് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് ഈ രാജ്യത്തിൻ്റെ വികസന നേട്ടത്തിൽ പങ്കാളികളാക്കുന്ന പദ്ധതികൾ, അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസമുള്ള തെരഞ്ഞെടുപ്പാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിൽ ഇത്തവണ BJP അട്ടിമറി വിജയങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ സംപൂജ്യരാണെന്ന് പറയുമ്പോഴും ദക്ഷിണേന്ത്യയിലെ കർണാടകത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ 25 സീറ്റുകൾ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ തവണ BJPക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത് കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ 82 സീറ്റിനകത്ത് ഭൂരിപക്ഷം 50 സീറ്റിലധികം BJP നേടും. BJPയും സഖ്യകക്ഷികളും ഇപ്പോൾ നമ്മുടെ ആന്ധ്രാപ്രദേശിലടക്കം നല്ല ജനസ്വാധീനമുള്ള സഖ്യകക്ഷികൾ വീണ്ടും BJPയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദക്ഷിണേന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റം BJPക്ക് ഉണ്ടാവും. അത് ഞങ്ങൾ ഈ പറയുന്ന ലക്ഷ്യത്തിലെത്താൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ദരിദ്രർ, കർഷകർ, യുവാക്കൾ, ഇവർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ഈ രാജ്യത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് വികസിത ഭാരതം എന്ന് പറയുന്ന ഞങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്ക് ഈ രാജ്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ രാജ്യം കീറാമുട്ടികളായിട്ട് എല്ലാ കാലഘട്ടത്തിലും കീറാമുട്ടിയായി നിന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിലെ 370, അതുപോലെ തന്നെ CAA, അതോടൊപ്പം തന്നെ നമ്മുടെ മുത്തലാഖ്, അതുപോലെ തന്നെ 33% സംവരണം,
തുടങ്ങിയിട്ടുള്ള ഈ രാജ്യം ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും സാധ്യമാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങളാണല്ലോ വിധികർത്താക്കൾ. സ്വാഭാവികമായും ജനങ്ങളാണ് വിധികർത്താക്കൾ. ഈ ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളെ അങ്ങേയറ്റം അപഹസിക്കുന്നതിലൂടെ നിങ്ങളുടെ നേതാവ് ശോഭ കരന്തലജെ ലക്ഷ്യമിട്ടത് എന്താണ്? ഈ മലയാളികളെല്ലാം അവിടെ കർണാടകയിൽ പോയി അവിടെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവരും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള എല്ലാവരും രാമേശ്വര സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പറയുന്നത് ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സംസ്ഥാനത്തെ 2 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ആളുകളെയും നിങ്ങൾ അപഹസിക്കുകയാണ്. അതിനെതിരെ ഒരു എതിർ ശബ്ദം പോലും, അവരെ ഒന്ന് തിരുത്താൻ പോലും നിങ്ങളുടെ നേതൃത്വം തയ്യാറാകുന്നില്ല. ഈ വലിയ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ദക്ഷിണേന്ത്യ നിങ്ങളുടെ വലിയ ലക്ഷ്യമാണ് എന്ന് പറയുന്നു. പക്ഷേ മലയാളികളെയും അതുപോലെ തമിഴ് ജനതയെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടും ഒരക്ഷരം പോലും നിങ്ങളുടെ നേതൃത്വം അവരെ തിരുത്താൻ തയ്യാറായില്ലല്ലോ. അല്ല, അതിനകത്ത് കൃത്യമായിട്ട് അവരുടെ പ്രസംഗത്തിൽ നിന്ന് ചില അടർത്തിയെടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ട് ശോഭാ കരന്തലയ്ക്ക് ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. അത് ശോഭാ കരന്തലയുടെ വ്യക്തിപരമായിട്ടുള്ള ആരോപണമാണ്. അതിനകത്ത് അവർ കൃത്യമായിട്ട് മാപ്പ് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസമാണല്ലോ മാപ്പ് പറഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞതോടുകൂടിയിട്ട് ആ സംഭവം കൊണ്ടുവന്നപ്പോൾ തമിഴ് ജനതയോട് മാപ്പ് പറയാനല്ല പറഞ്ഞത്, തെറ്റിപ്പോയി, അത്തരത്തിൽ ഉദ്ദേശിച്ചില്ല എന്നൊരു പരാമർശം നടത്തി. പക്ഷേ കേരളത്തെക്കുറിച്ച് പറഞ്ഞതോ, നിങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന നേതാക്കളാണ്. ഇവിടുത്തെ മലയാളികളെല്ലാം അവിടെ കർണാടകയിൽ പോയി പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുക? അല്ല, ശോഭാ കരന്തലെ കൃത്യമായിട്ട് പറഞ്ഞത് മതഭീകരവാദ ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ മലയാളികളായിട്ടുള്ള ആളുകളുടെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മലയാളികളായവരുടെ എത്രത്തോളമാണ് അതിൽ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമായിട്ട്. അത് മാത്രമല്ല പറഞ്ഞത്, ഈ സിറിയയിലേക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പെൺകുട്ടികളെ മതമാറ്റത്തിന് കൊണ്ടുപോയ കാര്യങ്ങളടക്കം അവരത് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വരികളെയും വാക്കുകളെയും മാത്രം അടർത്തിയെടുത്ത് വിവാദം സൃഷ്ടിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ശോഭാ കരന്തലെ ഒരു പാർട്ടിയുടെ നിലപാടായിട്ട് കാണാൻ പറ്റില്ല. അവർ സംസാരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും സമഗ്രമായി ചർച്ച ചെയ്ത 2 വാർത്താ ശകലങ്ങളിലേക്കാണ് ആദ്യം ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ചർച്ച പോകുന്നത്. ആദ്യം ശോഭാ കരന്തലജയുടെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രതിനിധിയിൽ നിന്ന് നമ്മളൊരു പ്രതികരണം തേടി. ശ്രീ VPP മുസ്തഫ, ഇത് കേരളത്തെ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന BJPയുടെ നേതാവിൽ നിന്നുണ്ടാകുകയാണ്. അതിനെയൊന്ന് അപലപിക്കാൻ പോലും തയ്യാറാകുന്നില്ല. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തരത്തിലൊരു ക്ഷമാപണം നടത്തി അവരത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ കേരളത്തെക്കുറിച്ച് ഇവർ പറയുന്നത് അതുപോലെ ആവർത്തിക്കപ്പെടുകയാണ്. ദാ നോക്കൂ, ഇപ്പോൾ പോലും കേരള സ്റ്റോറി അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഈ സിറിയ എന്നുള്ള പദപ്രയോഗങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ കേരളത്തെ അധിക്ഷേപിക്കാൻ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വിദ്വേഷ പരാമർശം മുൻനിർത്തിക്കൊണ്ട് വോട്ട് പിടിക്കലാണോ BJPയുടെ ലക്ഷ്യം? നിലിമ, അതിലൊരു സംശയവുമില്ലല്ലോ. BJP ഏത് കാലത്തും വോട്ട് പിടിക്കുന്നത് വിദ്വേഷ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. പക്ഷെ പഴയ കാലത്തേതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു BJP അല്ലല്ലോ ഇപ്പോൾ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. 10 വർഷത്തെ ദീർഘമായ ഭരണത്തിന് ശേഷം BJP തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോഴെങ്കിലും തങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ വികസനം, പുരോഗതി, രാജ്യത്ത് ഈ ഭരണം കൊണ്ടുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തിൽ മോഡി ഭരണം കൊണ്ടുണ്ടായ ക്ഷേമകരമായ കാര്യങ്ങൾ, ഇതൊക്കെയല്ലേ പറയാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ അതിനു പകരം പഴയ കാലത്തേതെന്ന പോലെ തന്നെ 10 വർഷം ഭരിച്ചിട്ട് പോലും BJPക്ക് വികസന കാര്യങ്ങളോ പുരോഗതിയുടെ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാനില്ല. മറിച്ച് എല്ലാ കാലത്തെയും എന്ന പോലെ വർഗീയ കാർഡ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇറക്കുന്നത്. അങ്ങനെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും 4 വോട്ടും അധികാരവും ഉറപ്പിക്കുക എന്ന പഴയ ചീന വഴി മാത്രമേ 10 വർഷം അധികാരത്തിലിരുന്നിട്ട് പോലും BJPയുടെ മുന്നിലുള്ളൂ എന്നുള്ളതല്ലേ നമ്മുടെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ടല്ലേ ഇത്തരം പരാമർശങ്ങൾ. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം ബോംബ് സ്ഫോടനങ്ങൾ, എന്തുമാത്രം വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം RSSും BJPയും പ്രതിസ്ഥാനത്തല്ലേ. സംജോത എക്സ്പ്രസിലെ സ്ഫോടനം, അജ്മീർ ദർഗാ ഷരീഫിലെ സ്ഫോടനം, ഹൈദരാബാദിലെ മക്ക പള്ളിക്ക് മുമ്പിൽ ഉണ്ടായ സ്ഫോടനം, ഇതെല്ലാം ആദ്യം നടന്നപ്പോൾ
രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കുന്തമുന തിരിച്ചത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയായിരുന്നു. അവർ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു. പല ചെറുപ്പക്കാരെയും ഇതിന്റെ പേരിൽ, ആ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ മാസങ്ങൾ ജയിലിലടക്കുകയുണ്ടായി. പക്ഷെ വിശദമായ അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തിയത് എന്താ? അത് RSSന്റെ അല്ലെങ്കിൽ ഹിന്ദു പരിവാർ സംഘടനകളിൽപ്പെടുന്ന ആളുകളായിരുന്നു. അവരുടെ പ്രാമാണികരായ നേതാക്കൾ തന്നെ അതിലെല്ലാം പ്രതികളായി വരുന്ന അവസ്ഥ നമ്മുടെ മുന്നിൽ ഉണ്ടായല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഈ ശോഭാ കരന്തലജയെ പോലെ സീനിയറായ നേതാവ്, വല്ലാതെ ഇപ്പോൾ വന്നു ആവേശ പാർട്ടിയായിട്ട് BJP-യിൽ നിൽക്കുന്നയാളല്ലോ, വളരെ മുതിർന്ന, നേരത്തെ തന്നെ പല പാർലമെന്ററി പദവികളും വഹിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് പറയുന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നീലിമ, ഇത് പുത്തരിയല്ലല്ലോ BJP-യുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെയല്ലേ ഈ കേരളത്തെ കുറിച്ച് ഇത് സൊമാലിയ എന്ന് ആക്ഷേപിച്ചത്. എത്ര മോശമായ നിലവാരത്തിലാണ് അദ്ദേഹം താൻ കൂടി ഉൾക്കൊള്ളുന്ന, താൻ ഭരണം നടത്തുന്ന രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ കുറച്ചു മുമ്പല്ലേ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് RSSന്റെ പിന്തുണയിൽ ഒരു സിനിമ പുറത്തിറക്കിയത്. ആ സിനിമയിൽ എങ്ങനെയാ കേരളത്തെ കാണിക്കുന്നുള്ളത്? ഇപ്പൊ ഇവിടെ പ്രധാനമന്ത്രി ഒരു 4 ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ വോട്ട് പിടിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ റാലി നടത്തി BJP സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ട്. ഭായിയോം ബഹനോം എന്ന് വിളിച്ചിട്ട് പിന്നെ പ്രധാനമന്ത്രി മോഡി വിളിച്ചത് ആരെയാ? ശബരിമല ഉൾക്കൊള്ളുന്ന നാടാണ് പത്തനംതിട്ട എന്നുള്ളത് കൊണ്ട് നീട്ടി മണിച്ചങ്ങ് സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വിശ്വാസി, ഒരു ഭക്തൻ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട എത്തിയാൽ ഒരു ശാസ്താക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി, അയ്യപ്പൻ കോവിലിന്റെ മുന്നിൽ പോയി ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ഭക്തന്റെ വിളിയാണോ? അത് വോട്ട് പിടിക്കാൻ, 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിശ്വാസ ചിഹ്നങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നു. ഒരു പ്രധാനമന്ത്രി പോലും 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് തൻ്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കഴിയാതെ പത്തനംതിട്ടയിൽ, കേരളത്തിൽ വന്നിട്ട് അയ്യപ്പനെ വിളിച്ചിട്ട് വിശ്വാസ വികാരം ഇറക്കി വിട്ടിട്ട് വോട്ട് പിടിക്കേണ്ട ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തുമാത്രം അധപ്പതിച്ചൊരവസ്ഥയാണ്. അപ്പൊ BJP ഈ 10 വർഷത്തെ ഭരണം കഴിഞ്ഞ് 3ാം വട്ടമുള്ള തെരഞ്ഞെടുപ്പിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മോഡി അങ്കലാപ്പിലാണ്, ആശങ്കയിലാണ്. നേരത്തെ നീലിമ ശരിയായ വിധത്തിൽ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യ മാത്രമല്ല, BJP-യുടെ കനത്ത പോക്കറ്റുകളായിരുന്ന ഉത്തരേന്ത്യൻ നാടുകളിൽ തന്നെ വലിയ നിലയിലുള്ള ആശങ്കയിലല്ലേ അവരുള്ളത്. ബീഹാറിൽ എന്താ സ്ഥിതി? കഴിഞ്ഞ തവണ അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ സംസ്ഥാനമാണ്. അവിടെ പഴയ നിലയിലല്ലോ, വലിയ അവസ്ഥ, മുന്നേറ്റമല്ലേ ഇന്ത്യ മുന്നണി അവിടുത്തെ കഴിഞ്ഞ മഹാറാലി ഉൾപ്പെടെ കാണിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സ്ഥിതി എന്താ? അവിടെ ശിവസേനയുടെ ഒരു കഷ്ടം മാത്രമല്ലേ ഇപ്പോൾ BJP-യുടെ കൂടെയുള്ളൂ. കഴിഞ്ഞ സ്വീപ്പിംഗ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമ്പോൾ എന്താ ഉത്തർപ്രദേശിലെ തന്നെ സ്ഥിതി? അവിടെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ കർഷകരല്ലേ 2 വർഷമായിട്ട് സമരത്തിൽ. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞു കർഷകർക്കെല്ലാം വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന്. പക്ഷെ 10 വർഷമായിട്ട് മോഡി കർഷകർക്ക് കൊടുത്ത ഒരു ഗ്യാരണ്ടിയും പാലിച്ചില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പോൾ വീണ്ടും ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ, അവർ രാഷ്ട്രീയമായിട്ട് നേരത്തെ BJP-യുടെയോ കോൺഗ്രസിൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നവരാ. അവരെല്ലാം കൂടിയിട്ടാണ് 1ഉം 2ഉം ദിവസമല്ലല്ലോ 2 വർഷമായി നിരന്തരമായ പോരാട്ടത്തിൽ നിൽക്കുന്നത്. രാജ്യത്തെ യുവജനങ്ങളുടെ സ്ഥിതി എന്താ? സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കില BJP-യുടെ മോഡി ഭരണത്തിന്റെ 10ാം വർഷം എത്തി നിൽക്കുന്നത്. യുവജനങ്ങളുടെ എന്തു സ്വപ്നങ്ങളാണ് സഫലീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്? റെയിൽവേയിലൊക്കെ ഇപ്പോ വൈകല്യങ്ങൾ മറയ്ക്കാനാണ് ഒരു പക്ഷേ ഈ വംശീയാധിക്ഷേപം, വിദ്വേഷ പരാമർശം നടത്തിക്കൊണ്ട് ഇങ്ങനെ BJP നേതാക്കൾ രംഗത്ത് വരുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. വിഭജന രാഷ്ട്രീയം കളിക്കുന്നത് പ്രധാനമന്ത്രി മുതൽ സാധാരണ പ്രവർത്തകൻ വരെ അവസാനിപ്പിക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ്. എന്താണ് ഈ ശോഭാ കരന്തലജയുടെ വിഷയത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്? അതുകൂടി കേട്ടതിന് ശേഷം ഇതിന്റെ സമഗ്രമായ ചർച്ചയിലേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ പുതിയൊരു മുദ്രാവാക്യം വെച്ചിരിക്കുന്നത്? ആ പുതിയ മുദ്രാവാക്യം മോദി കാ ഗ്യാരണ്ടി എന്നുള്ളതാണ്. അപ്പൊ ആ മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുമ്പോൾ നമ്മൾ ആ ഗ്യാരണ്ടി എന്തൊക്കെയാണ്? മുമ്പ് നൽകിയ ഗ്യാരണ്ടികൾ അത് അതിന്റെ അർത്ഥത്തിൽ, പൂർണ്ണാർത്ഥത്തിൽ ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണിയിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അടങ്ങുന്ന വലിയ വിഭാഗമടക്കം അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിടപെടാത്ത ദിവസങ്ങളിൽ വളരെ കൃത്യമായി അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ,
മോദിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? അത് ഈ രാജ്യത്തുള്ള വീട്ടമ്മമാർക്ക് മുഴുവൻ വളരെ കൃത്യമായി LPG സമ്മാനിക്കും, അവർക്ക് സുഖസുന്ദരമായ ഒരു ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 2014 UPA ഗവൺമെന്റ്, രണ്ടാം UPA ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ ഈ രാജ്യത്തെ LPGയുടെ വില 420 രൂപയാണ്. ഇന്ന് ആലപ്പുഴയിൽ മത്സരിക്കുന്ന, കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച കെ സുരേന്ദ്രനെ വേദിയിൽ നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അവസരമില്ല എന്ന് വിളിച്ചു പറഞ്ഞ് ഇവരുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് LPG ഉന്തിക്കൊണ്ട് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇന്ന് LPGയുടെ വില 825 രൂപയാണ്. ഗാർഹിക LPGയുടെ വില 2 മാസം മുമ്പ് വരെ അതിന്റെ വില 1200-അടുത്തായിരുന്നു. 3 ഇരട്ടിയിലേക്ക് എത്തിച്ചു. അതായിരുന്നു മോദിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? UPA ഗവൺമെന്റ്, ഇവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതാണല്ലോ, UPA ഗവൺമെന്റ് പെട്രോളിന്റെ വില നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞു. അതിനെ നമ്മുടെ ക്രൂഡ് ഓയിലുമായി കോർ റിലേറ്റഡ് ആക്കി അങ്ങനെ ഒരു പെട്രോൾ വിലയിലേക്ക് കൊണ്ടുവന്നു. ആ സിസ്റ്റം പ്രകാരമാണെങ്കിൽ പോലും ഇന്നത്തെ ക്രൂഡ് ഓയിൽ വില പ്രകാരം ഇവിടെ 70 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോളിന് ഇന്ന് 107 രൂപ കൊടുക്കണം. കഴിഞ്ഞ ദിവസം 2 രൂപ കുറച്ചു. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇങ്ങനെ തുടങ്ങി ഒരു ഡസൻ കേസുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കൃത്യമായി പറയുന്നു. 2014 അപേക്ഷിച്ച് 2024 എത്തുമ്പോൾ 86% വലിയ ഗ്രോത്ത് ആണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമണത്തിൽ ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. അതിൽ 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ഉണ്ട്, 3ാം സ്ഥാനത്ത് ഗുജറാത്ത് ഉണ്ട്. ഇതെല്ലാം ഭരിക്കുന്ന ഇവരല്ലേ? വളരെ കൃത്യമായി ഇവർ മോദി പറഞ്ഞു വെച്ച ഒരു ഗ്യാരണ്ടിയും നടപ്പിലായിട്ടില്ല എന്നുള്ള ബോധ്യം പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യസേന ഓപ്പോസിറ്റ് വളർന്നു വരുന്നു. 1 മാസം മുമ്പ് വരെ ഇവർ പറഞ്ഞെന്താണ്? ഇന്ത്യ മുന്നണി ഒരു അസ്ഥിവാരമാണ്. ഉത്തർപ്രദേശിൽ പോയി സീറ്റ് ചർച്ചയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് ഉത്തർപ്രദേശിൽ SPയുമായിട്ടുള്ള സീറ്റ് ചർച്ച പൂർണ്ണമായി കഴിഞ്ഞു. ബംഗാളിൽ ഏറെക്കുറെ പൂർത്തിയാവുന്നു, ഡൽഹിയിൽ പൂർത്തിയായി കഴിഞ്ഞു, പഞ്ചാബിൽ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ മുന്നണി 4 കാലിൽ ഉയർന്നു നിൽക്കുന്ന, 4 ചുവരുകളിൽ ഉയർന്നു നിൽക്കുന്ന വലിയ ബിംബമായി ഇവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നു. അപ്പോൾ ഈ 400 സീറ്റ് എന്ന് പ്രസംഗിക്കുന്നതല്ലാതെ 40 സീറ്റിന് അപ്പുറത്തേക്ക്, ഞാൻ അതിശയോക്തി പറയുന്നില്ല, ഒരു 150 to 200 സീറ്റിനപ്പുറത്തേക്ക് കടന്നു വരാൻ BJPക്കോ സഖ്യകക്ഷികൾക്കോ ആവില്ല എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആദ്യം ഇവർ CAA ചർച്ചയാക്കി. നമ്മൾ കണ്ടല്ലോ, 400 സീറ്റ് എന്ന് പറയുന്നതിന് ആ സമയത്ത് CAA ചർച്ച വിഷയമല്ല. ആ സമയത്ത് 400 സീറ്റ് ഷുവർട്ടിയുള്ള BJP എന്ന് പറയുന്ന പാർട്ടി, അവരുടെ കേന്ദ്ര നേതൃത്വം CAA എടുത്തിറക്കണമെങ്കിൽ അവർ പറയുന്ന ഗ്യാരണ്ടിയിൽ, തങ്ങളുടെ പെർഫോമൻസിൽ പോലും വിശ്വാസമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത് സൗത്ത് ഇന്ത്യയിലേക്ക് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കൈരളി അടക്കം ഈ മോദി വരുന്നു, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. 2014-ലും 19-ലും മോദി ഇവിടെ തന്നെയായിരുന്നു. 19-ലെ തെരഞ്ഞെടുപ്പിൽ എത്ര തവണയാണ് മോദി ഇവിടെ വന്നത്? മോദി വരുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന ധാരണയൊന്നും കൈരളിക്കില്ല. ഓക്കെ അല്ല, ഞാൻ പൊതുവിൽ മാധ്യമങ്ങളുടെയാണ് പറഞ്ഞത്. നോക്കൂ നീലിമ, 2 തവണയാണ് 2024-ൽ ഈ വർഷം വന്ന് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചു തുടങ്ങിയെങ്കിൽ 2019-ൽ പ്രസംഗം തുടങ്ങിയ തൊട്ട് അവസാനം വരെ 80% സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് തന്നെയായിരുന്നു മോദി സംസാരിച്ചത്. ശബരിമല ശാസ്താവിനെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വലിച്ചിറക്കിയാണ് 2019-ൽ ചെയ്തത്. 1 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് പത്തനംതിട്ടയിൽ അന്ന് കോൺഗ്രസ് ജയിച്ചത്. നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവർ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു, സൗത്ത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളം അടക്കം തമിഴ്നാട് അടക്കമുള്ള മേഖലയിൽ ഇവർ BJP എന്നത് മാറി ഇവരുടെ ട്രേഡ് മാർക്കായി BJP ആയി ഇവർ മാറും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കരന്തലേജയെ പോലെ വർഗീയത മാത്രം പ്രസംഗിക്കുന്ന, വിഷലിപ്തമായ വാക്കുകൾ മാത്രം പുറപ്പെടുവിക്കുന്ന, തീ തുപ്പുക എന്നൊക്കെ പറയുന്ന പോലെ വിഷം തുപ്പുന്ന ഒരു നേതാവിനെ, വളരെ പ്യുവർ RSS ആയ, പ്യുവർ വർഗീയവാദിയായ, പ്യുവർ ഫാസിസ്റ്റ് ആയ ഒരു നേതാവിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇനി കർണാടകത്തിൽ കിട്ടുന്ന, അല്ലെങ്കിൽ തെലങ്കാനയിൽ കിട്ടുന്ന, കേരളത്തെ 2 വൃത്തികേട് പറഞ്ഞാൽ, അല്ലെങ്കിൽ തമിഴ്നാടിനെ, തമിഴരെ, കേരളീയരെ, ദ്രാവിഡരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന 10 വോട്ട് കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നോർത്ത് ആരെ ഇറക്കി വിട്ടിരിക്കുന്നു? കരിന്തലേജയെ ഇറക്കി വിട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും BJPയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റിനെ നമുക്കറിയാലോ, അണ്ണാമലൈ. ഈ കരന്തലേജയുടെ പ്രോ വേർഷനാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് വർഗീയതയാണ്. അപ്പൊ വർഗീയതയ്ക്ക് അപ്പുറത്തേക്കല്ലാതെ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യിക്കാൻ മോദി തയ്യാറാവുന്നില്ല. മോദി ആൻഡ് മോദി ടീം ഓർ മോദി മീഡിയ, മൊദാനി അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടായിരിക്കും 2024-ലെ റിസൾട്ട് ഉണ്ടാവുക. ബഹുമാനപ്പെട്ട AICC അധ്യക്ഷൻ പറഞ്ഞതുപോലെ 2024-ൽ ആവർത്തിക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, സോഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ, CPM അടക്കമുള്ള ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നണി, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യസേന, സഖ്യ സർക്കാർ അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു സംശയവും. കോൺഗ്രസ് വലിയ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കടക്കുന്നു എന്നാണ് വസന്തിന്റെ വരികൾ
വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, അങ്ങനെ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസ് അവരുടെ ഒരു യഥാർത്ഥ പൊസിഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചില സഖ്യങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. 2019 അങ്ങനെയൊരു സഖ്യത്തിന് പോലും തയ്യാറായിരുന്നില്ല, കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കോൺഗ്രസിന് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഞാൻ അതിലേക്ക് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ശോഭയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അഭിപ്രായപ്പെടാനുള്ളതോടെ പറഞ്ഞിട്ട് അതിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് യാദൃച്ഛികമായിട്ട് അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാമോ? എന്ന് മാത്രമല്ല, വ്യക്തമായ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ശോഭ കരന്തലജെ എന്ന BJP നേതാവ് ഇന്ന് ആക്രോശിച്ചത് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവ് കേരളത്തിൽ ഇന്നലെ ഉണ്ടായത് അബ്ദുസലാമിനെ മോദിയുടെ കൂടെ കൂട്ടാതിരുന്നതാണ്. അത് യാദൃച്ഛികമാണ്, അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ എൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നു. കാര്യം ഇവരുടെ ചാനലിൽ ഉൾപ്പെടെ ഞാൻ പലപ്പോഴും കലഹിച്ചിട്ടുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ ജിഹാദികൾ എന്നേ വിളിക്കൂ, മുസ്ലിം സമുദായത്തിന് ജിഹാദി സമുദായം എന്നേ പറയൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം നിരവധി തവണ ഈ അവരുടെ ചാനലിൽ ജനം TV-യിൽ കലഹിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നലെ ഇത് പറഞ്ഞപ്പോ അബ്ദുസലാം എന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളിക്കാരൊന്നും അല്ലല്ലോ, VC ആയിരുന്നു, കാലിക്കറ്റ് VC ആയിരുന്നു, പഴയ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോ BJP-യുടെ കൂടെ കൂടി സ്ഥാനാർത്ഥിയുമാക്കി. ഇന്നലെ വിളിച്ചു വരുത്തിയത് ആരാണ്? മറ്റേ നിവേദിത സുബ്രഹ്മണ്യൻ, മറ്റൊരു സ്ഥാനാർത്ഥി. എന്നിട്ട് വാഹനത്തിൽ കയറ്റിയില്ല. ഇന്ന് ശോഭ കരന്തലജെ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ നിന്നുള്ളവർ തമിഴ്നാട്ടിൽ കർണാടകത്തിൽ അതിക്രമങ്ങൾ, ചെറിയ അതിക്രമങ്ങളാണ്, ബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പച്ചയ്ക്ക് അങ്ങ് പറയുകയാണ്. ഇന്നലെ ഈ അവമതിപ്പ് ഇവിടെ അബ്ദുസലാമിനെ നേരിടേണ്ടി വരികയും ചെയ്തു. അപ്പൊ ടാർഗറ്റ് ചെയ്യുന്ന എന്താണ്? ക്ലിയർ ഷാർപ്പ് ടാർഗറ്റിംഗ് ആണ്. ഒരു സമുദായത്തിനെ, ഒരു ന്യൂനപക്ഷ സമുദായത്തിനെ, മുസ്ലിം സമുദായത്തിനെ. എന്തിനാണ് ശോഭ കരന്തലയെ പോലെ, ഇപ്പൊ വസന്ത് വിശേഷിപ്പിച്ചതുപോലെ ഒരു ഫയർ ബ്രാൻഡ് ലീഡർ ആയിട്ട് അവർ വാഴ്ചയിരിക്കുന്ന ഒരാളാണല്ലോ ഈ ശോഭ. അവരെ എന്തിനാണ് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിജാബ് പ്രശ്നം ഉണ്ടായ കർണാടകത്തിന്റെ അന്നത്തെ ചരിത്രം നമ്മളാരും മറന്നിട്ടില്ലല്ലോ. സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി അവസാനം വലിച്ചു ദൂരെ എറിഞ്ഞല്ലോ അന്നത്തെ ആ സർക്കാരിന്റെ നടപടിയെ തന്നെ. അത് നിൽക്കെ അതേ കർണാടകയിൽ വെച്ച് BJP-യുടെ ഇത്തരത്തിലുള്ള ഒരു തീപ്പൊരി നേതാവിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് നിഷ്കളങ്കമാണോ? നിഷ്കളങ്കമാണെന്ന് വിശ്വസിക്കുന്നവർ മറ്റേതോ വിഡ്ഢികൾ ഞാൻ പറയുന്നില്ല, എങ്കിലും പറയാതിരിക്കാനും കഴിയില്ലല്ലോ, മറ്റേതോ സ്വർഗത്തിലാണ് എന്ന് മാത്രം ചുരുക്കി അങ്ങ് പറയുകയാണ്. അതാണ് വസ്തുത. ആ വസ്തുത നിലനിൽക്കെ അത് തന്നെയാണ് പിൻ പോയിന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇന്നലെ ഇവിടെ അവരുടെ സ്ഥാനാർത്ഥിയോട് അവർ തന്നെ കാണിച്ച ആ ഒരു തിരസ്കാരം, ഒമിഷൻ, ഒഴിവാക്കൽ, ഇത് ആ സമുദായത്തിനെ തന്നെ ഇന്ന് അവിടെ വെച്ച് ചെയ്യുന്നത്. അതാണ് കണ്ടത്. ആ അവസ്ഥ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഹലോ ശ്രീ എം ജയചന്ദ്രൻ, അങ്ങയുടെ സൂം കണക്ഷനിൽ ചെറിയൊരു തടസ്സം നേരിട്ടിട്ടുണ്ട്. അത് ശരിയാക്കിയതിനു ശേഷം തിരികെ എത്താം. ശ്രീ പ്രിന്റു മഹാദേവ്, ഇതാണ് കാര്യം. ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നു, ആകെ പൊള്ളുന്ന അവസ്ഥ BJP-ക്ക് ഉണ്ടായി. തൊട്ടുപുറകെയാണ് ഇത്തരത്തിൽ CAA നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. അപ്പോൾ CAA കൊണ്ടുള്ള വിദ്വേഷം മറച്ചുവെക്കൽ മാത്രമല്ല, ഇത്തരത്തിൽ കരന്തലജമാരെ ഇറക്കിക്കൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണത്തിന് നിങ്ങൾ ശ്രമിക്കുന്നു. ഈ വർഗീയ ധ്രുവീകരണം വോട്ടാക്കി മാറ്റാമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾ പുലർത്തുന്നു എന്നാണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ ആയാലും CPI-ന്റെ ആയാലും പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്ന ആശങ്ക. ഇത് ശരിയല്ലേ? അതെങ്ങനെ ശരിയാകും? ഒന്നാമത് CI ആയിക്കോട്ടെ, രാമക്ഷേത്രമായിക്കോട്ടെ, വനിതാ സംവരണമായിക്കോട്ടെ, ഞങ്ങൾ ഈ ജനങ്ങൾക്ക് 5 വർഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അത് നടപ്പിലാക്കുക എന്നുള്ള കാര്യം ഞങ്ങളത് ഉറപ്പുവരുത്തിയൊരു കാര്യമാണ്. ആ ഉറപ്പുവരുത്തിയ കാര്യങ്ങളെ മോഡിയുടെ ഗ്യാരണ്ടിയായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. സത്യത്തിൽ ഈ CIയുടെ പേരിൽ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വീണ്ടും ശ്രമിക്കുന്നത് ആരാ? 33,000-ഓളം പേരെ മാത്രം ബാധിക്കുന്ന
അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന 3 മതരാജ്യങ്ങളിലെ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ 1947 തൊട്ട് 2024 വരെയുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ വളരെ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി CAA കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പേരിൽ 2019 മുതൽ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കിയതാരാ? ഇടതുപക്ഷവും വലതുപക്ഷവും UDF-ഉം കോൺഗ്രസുമല്ലേ? നിങ്ങൾക്കറിയാം, ഡൽഹി കലാപം, ഷഹീൻ ബാഗ് കലാപം. ഈ CAA-യുടെ പേരിൽ 2019 ഈ രാജ്യത്തെ വീണ്ടും കലാപത്തിലേക്ക് നയിച്ചതാരാണ്? നിങ്ങളല്ലേ? വീണ്ടും ഈ രാജ്യത്ത് ഈ കേരളത്തിനടക്കം ഈ സംഘടിത ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് തട്ടാൻ വേണ്ടി ഈ CAA-യുടെ പേരിൽ വീണ്ടും പ്രസ്താവനകൾ ഇറക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞു, ഈ മൂടി വന്ന് ശബരിമലയിൽ പത്തനംതിട്ടയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു എന്ന്. അങ്ങനെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കേണ്ട എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ BJP-യുടെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണല്ലോ നിങ്ങൾ കേട്ടത്. മുസ്ലിം ലീഗിൻ്റെ ഓരോ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുന്ന സമയത്ത് പാണക്കാട് തങ്ങൾമാരുടെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങൾ കേട്ട മുദ്രാവാക്യം എന്തായിരുന്നു? മുസ്ലിം ലീഗ് സിന്ദാബ എന്നായിരുന്നു. അല്ലല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ BJP-യിൽ മാത്രം ഈ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ വർഗീയതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഇലക്ഷനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിലെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച സർക്കാരാണ്. അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 10 കോടി ടോയ്ലറ്റ് നൽകിയ സർക്കാരാണ്. 9 കോടി ജനങ്ങൾക്ക് ജൽജീവൻ മിഷൻ പ്രകാരം വെള്ളം കൊടുത്ത സർക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പദ്ധതികൾ ഒരു ദിവസം എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ സാധാരണ ജനവിഭാഗത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ VPP മുസ്തഫ പറഞ്ഞല്ലോ കർഷകർക്ക് വേണ്ടി എന്തു ചെയ്തെന്ന്. നിങ്ങൾ നോക്കി, കേരളത്തിൽ മാത്രം 24 ലക്ഷം കർഷകർക്ക് നോക്കണം 32,000 രൂപ അക്കൗണ്ടിലേക്ക് കൊടുത്ത സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ. ഇതെല്ലാം നേരത്തെ ഒരുപാട് തവണ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തതാണ്. പ്രിന്റു, ഞാൻ CAA-യിലേക്ക് വരികയാണ്. CAA ഈ പറഞ്ഞതുപോലെ 30,000 പേരെ മാത്രമാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി ശാന്തനു ഠാക്കൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. CAA നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി ശാന്തനു ഠാക്കൂർ പറഞ്ഞത്. അപ്പോൾ അത് എന്തുദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്കറിയാമോ എന്നും എനിക്കും അറിയില്ല. ഈ ഇത്തരത്തിൽ പൗരത്വമില്ലാതെയാണോ കേന്ദ്രമന്ത്രിയായതും ഇത്തരത്തിൽ മത്സരിച്ചതും എന്നെല്ലാം ഉള്ള ചോദ്യം വരിക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് CAA നിങ്ങൾ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമായി കരുതാൻ കഴിയുന്ന ഒന്നാണോ? അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി പറയുന്നത് എന്തിനാണ് ഞാൻ CAA നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറയേണ്ട സാഹചര്യം എന്താണ്? അല്ല, ഈ രാജ്യത്ത് സ്വാഭാവികമായിട്ട് പൗരത്വം കിട്ടിയ ഒരാളും CAA പ്രകാരം ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് പൗരത്വം കിട്ടിയ ആളും അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം സ്വാഭാവികമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്ന അഭയാർത്ഥിയായി ഈ രാജ്യത്ത് 10 വർഷം ജീവിച്ച് അവിടെ നിന്ന് അദ്ദേഹം പൗരനായിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഈ നിയമപ്രകാരം കൂടിയുള്ള പൗരത്വം എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത്. അല്ല, അത് അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാമല്ലോ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ വളരെ കാലം മുമ്പ് തന്നെ ഇവിടെ വന്ന് താമസമാക്കിയതാണ്, പശ്ചിമ ബംഗാളിൽ വന്ന് താമസമാക്കിയതാണ് എന്ന് ശാന്തനു ഠാക്കൂർ പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇങ്ങനെ തലതിരിഞ്ഞ രീതിയിൽ ഇതിനെയൊക്കെ ചിത്രീകരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇതിൽ വലിയൊരു ദുരൂഹത കൽപ്പിക്കപ്പെടുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ളൊരു ശാപമോക്ഷം എന്ന രീതിയിൽ ആണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അല്ലാതെ അതിനർത്ഥത്തിൽ എന്താണ് മുസ്ലിം വിരുദ്ധത, അതിനകത്ത് എന്താണ് രാജ്യവിരുദ്ധത? അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതോട് യാതൊരു വിരുദ്ധതയും ഇല്ലല്ലോ. ഒന്ന് ഇന്ത്യയിലെ ഒരു പ്രീണിപ്പിക്കാനാണ് കേന്ദ്രമന്ത്രി ശ്രമിക്കുന്നത്. അത് മധുവ വിഭാഗക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയൊക്കെ അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ഇത് കേൾക്കുന്ന ഒരു കേന്ദ്രമന്ത്രി പോലും ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കരുതേണ്ടത്? അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലേ? അല്ല, ഇതിനെ വളച്ചൊടിക്കുന്നത് സത്യത്തിൽ ആരാ? CPM-ഉം കോൺഗ്രസും അല്ലേ വളച്ചൊടിക്കുന്നത്? ഇതാരാണ് വളച്ചൊടിക്കുന്നത്? CPI-ഉം അനുബന്ധ പാർട്ടികളും ഒക്കെയാണ് ഇത്തരത്തിൽ ഇത് വളച്ചൊടിച്ച് ഇവിടെ കലാപത്തിന് ശ്രമിക്കുന്നത് എന്നാണ് BJP-യുടെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വർഗീയത പറഞ്ഞിട്ടേ വർഗീയ കാർഡ് ഇറക്കിയിട്ടേ അവര് വോട്ട് പിടിക്കുകയുള്ളൂ. BJP-യുടെ RSSന്റെ ശൈലി അതുമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് വക്രീകരണവും വളച്ചൊടിക്കലും ഒക്കെ RSSന് മാത്രം കരഗതമായിട്ടുള്ള അപൂർവമായ ഒരു സിദ്ധിയാണ്. നിങ്ങൾ കാണേണ്ടത്. ഇപ്പൊ ഇവിടെ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ?
നിങ്ങൾ ഈ മോഡി അയ്യപ്പനെ വിളിക്കുന്നത് എതിർത്തു? നിങ്ങളെന്തേ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ അവര് മുസ്ലിം ആചാരപ്രകാരമുള്ള വിളികൾ വരുന്നതിന് ഏതിനെയാ ഞങ്ങൾ എതിർക്കാത്തത്? ഞങ്ങൾ നിങ്ങളെ എല്ലാ വർഗീയതയെയും ഒരുപോലെ എതിർക്കുകയാണ്. ഈ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറയുന്നത് ആപേക്ഷികം മാത്രമാണ്. നിങ്ങൾ ഹിന്ദുവിന്റെ പേരിലും മുസ്ലിമിന്റെ പേരിലും ഉണ്ടാക്കുന്ന എല്ലാ വർഗീയതയും വർഗീയതയാണ്. നിങ്ങളുടെയൊക്കെ സ്വഭാവം ഒരുപോലെയാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്താണോ താലിബാൻ എന്ന് പറയുന്ന മുസ്ലിമിന്റെ പേരിലുള്ള വർഗീയത ഭീകരവാദികൾ ചെയ്യുന്നത്, അതിന്റെ മറ്റൊരു രൂപമാണ് ഇന്ത്യയിൽ RSSഉം സംഘപരിവാറും ചെയ്യുന്ന ഭൂരിപക്ഷ വർഗീയത. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഭൂരിപക്ഷ വർഗീയതയും ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയും ഒരേ രീതിയിലാണ്, ഒരേ ശൈലിയിലാണ്, ഒരേ താളത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞാൻ അടിവരയിട്ട് പറഞ്ഞു, മോഡി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വിശ്വാസി ശബരിമലയിൽ അവിടെ ഒരു ശാസ്താ കോവിലിൽ പോയി, ഒരു അയ്യപ്പൻ കോവിലിൽ പോയി അവിടുന്ന് സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കാം, അത് വിശ്വാസി ഭക്തി കൊണ്ടാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം അത് വിളിക്കുന്നത് ഭക്തി കൊണ്ടല്ല, വിശ്വാസം കൊണ്ടല്ല. അത് വോട്ട് തട്ടാനുള്ള ഒരു ഉപായം. നിങ്ങൾ വിശ്വാസത്തെ, ചിഹ്നത്തെ വെറും രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ്. നിങ്ങൾക്ക് അഗാധമായ ഭക്തിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇതെല്ലാം, എല്ലാ മതചിഹ്നങ്ങളും ഇത് തന്നെയാണ് മുസ്ലിം ലീഗും ചെയ്യുന്നത്. അവരും 4 വോട്ടിന് വേണ്ടിയിട്ട് മുസ്ലിം മതപരമായിട്ടുള്ള, ഇസ്ലാം മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ രണ്ടിനെയും ഒരേ കൂട്ടിലാണ് പെടുത്തേണ്ടത്. ഈ വക്രീകരണം മുഴുവൻ നിങ്ങൾ നടത്തുന്നതല്ലേ. ഇപ്പൊ അദ്ദേഹം CAA കുറിച്ച് പറഞ്ഞത് എന്താ? BJP പ്രതിനിധി ഇവിടെ പറഞ്ഞത്, നീലിമ, 33,000 പേരെ മാത്രം ബാധിക്കുന്ന ഒരു നിയമം, 33,000 പേരെ മാത്രം ബാധിക്കുന്ന ഒരു നിയമമാണെങ്കിൽ, മാത്രം ബാധിക്കുന്ന ഒരു വിഷയമോ നിയമമോ ആണെങ്കിൽ എന്തിനാണ് അമിത്ഷായെ പോലെ BJPയുടെ ഇത്ര വലിയൊരു നേതാവ് കഴിഞ്ഞ 5 വർഷം നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതിനെ കുറിച്ചാണ് നീലിമ? പല സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞത് എന്താ? ഇതാ ഈ CAA നാളെ നടപ്പിലാക്കും, ഇന്ന ദിവസം നടപ്പിലാക്കും, ഇന്ന വർഷം നടപ്പിലാക്കും. 33,000 പേരെ ബാധിക്കുന്ന ഒരു നിയമത്തെ കുറിച്ച് ഇങ്ങനെ കർണാടകത്തിൽ വന്നും കേരളത്തിൽ വന്നും ബംഗാളിൽ വന്നും കൂടെ കൂടെ പ്രസംഗിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു താല്പര്യമുള്ള വിഷയമാണെങ്കിൽ 4.5 വർഷം മുമ്പ് നിങ്ങൾ പാർലമെന്റിൽ പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമത്തിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ നിയമപ്രകാരം 6 മാസം കൊണ്ട് ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ എന്തിനാ ഈ 4.5 വർഷം എടുത്തിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ, നേരത്തെ നീലിമ ശരിയായ വിധം സൂചിപ്പിച്ചതുപോലെ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ അഴിമതിയെ കുറിച്ച് ഇന്ത്യയുടെ ഉയർന്ന നീതിപീഠം നിങ്ങളുടെ കരണത്തടിച്ചപ്പോൾ നിങ്ങൾ അതേ ദിവസം എടുത്തിട്ട് ഇത് കൊണ്ടുവരുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താ? ഒരു അഴിമതിയും ഇല്ലാത്ത പാർട്ടിയാണ്. കോൺഗ്രസിന്റെ ഭരണത്തിൽ പരക്കെ അഴിമതിയായിരുന്നു. ദീർഘകാലം കോൺഗ്രസ് ഭരിച്ച് അഴിമതി നടത്തി രാജ്യം മുടിച്ചു. ഞങ്ങൾ RSSന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. RSSന്റെ ശിക്ഷണത്തിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അഴിമതിയില്ല. പക്ഷെ എന്താ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ചെയ്തത്? നിങ്ങളുടെ നിയമം തന്നെ റദ്ദാക്കി. 2014 കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ച് ഈ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു സംഘടിതമായ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഭരണം ഉപയോഗിച്ച് നിങ്ങൾ കൊണ്ടുവന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ആ നിയമമേ റദ്ദാക്കിയാണ് ചെയ്തത്. നിങ്ങളുടെ നിയമം ന്യായമായിരുന്നുവെങ്കിൽ, നിങ്ങൾ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് ട്രാൻസ്പെറന്റ് ആയിരുന്നുവെങ്കിൽ, അതിലുള്ള എന്തെങ്കിലും അപാകത പരിഹരിച്ചിട്ട് അത് നടപ്പിലാക്കൂ എന്ന് കോടതി പറയുമായിരുന്നില്ലേ? എന്നാൽ CPIM അതിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ നൽകിയ കേസിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് ഈ നിയമം തന്നെ രാഷ്ട്രീയ അഴിമതിക്കുള്ള ഉപകരണമാണ്, അതുകൊണ്ട് ആ നിയമം തന്നെ റദ്ദാക്കുന്നു എന്നല്ലേ. നിങ്ങൾ കടുത്ത അഴിമതിക്കാരായിട്ട് മാറി. PM കെയറുമായി ബന്ധപ്പെട്ട് തൊട്ടുപുറകെ വരുന്നുണ്ട്. ഇത്തരത്തിൽ 12,000 കോടി സമാഹരിക്കപ്പെട്ടു എന്ന വലിയ വെളിപ്പെടുത്തൽ ആരോപണമെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇനി അതിന്റെ മേലും കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യം BJPക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടാകാൻ പോകുകയാണ്. ഇതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നീലിമ, നിങ്ങൾ നോക്ക്, PM കെയർ എന്ന് പറയുന്നത് ഇന്നേ വരെ RTI ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നില്ല. RTI ആക്ട് പ്രകാരം എത്രയോ വർഷമായിട്ട് ആളുകൾ അതിന്റെ വിവരം ശേഖരിക്കുന്നു, പരസ്യപ്പെടുത്തുന്നില്ല. PM കെയർ CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നില്ല. അങ്ങനെ വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറയുന്നവർ, കോൺഗ്രസ് കാലത്തെ അഴിമതിയെ കുറിച്ച് പറയുന്നവർ, RSSന്റെ ശുദ്ധിയെ കുറിച്ച് പറയുന്നവർ എന്തിനാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്, ഇങ്ങനെ രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചത്? ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നില്ലേ? 2014 മോഡി അധികാരത്തിൽ വരുമ്പോ കോടീശ്വരന്മാരുടെ ശ്രേണിയിൽ 800ാം സ്ഥാനത്ത് മാത്രമായിരുന്നു ഗൗതം അദാനി. 10 വർഷം മോഡി അധികാരത്തിൽ ഇരിക്കുമ്പോ
ഗുജറാത്തുകാരനായ മോഡിയുടെ നാട്ടുകാരനായ ഒക്കച്ചങ്ങിയായ ഗൗതം അദാനി ലോക സമ്പന്നന്മാരിൽ ആദ്യത്തെ 10 ആളുകളുടെ 3ാമത്തെ 4ാമത്തെ നിരയിലേക്ക് വന്നു. അത് മുഴുവൻ സോപ്പ് കുമിളയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ലേ? ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ആളുകളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയില്ലേ? BBC-യുടെ ഓഫീസിൽ പോലും റെയ്ഡ് നടത്തിയില്ലേ നമ്മുടെ നാട്ടിൽ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിന്? അപ്പോ രാജ്യത്ത് യഥാർത്ഥത്തിൽ കലാപമുണ്ടാക്കുന്നത് BJP-യാ. ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിഭജിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ശോഭാ കരന്തലേജ തൊട്ട് സകല BJP-ക്കാരും നേരത്തെ ഇമാതിരി പലരും, അതിലൊരാൾക്ക് ഇപ്പോ നിലവിലുണ്ടായിരുന്ന ഭോപ്പാൽ സിറ്റിംഗ് MP-ക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചോന്നോ മറ്റോ വാർത്ത കണ്ടു. ഇതല്ലേ നിങ്ങൾ ആത്യന്തം ചെയ്യുന്നത്? ഇത്തരത്തിൽ കടുത്ത നിലയിലുള്ള നിലപാടുകൾ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ BJP-യുടെ തന്നെ കുറച്ചുകൂടി ജനറലായി നിലപാട് സ്വീകരിക്കുന്നവരെ അവഗണിക്കുന്നു. അതല്ലേ നീലിമ കഴിഞ്ഞ ദിവസം CK പത്മനാഭൻ കാസർഗോഡ് പ്രകടിപ്പിച്ചത്? BJP-യുടെ കാസർഗോഡ് പാർലമെന്റ് കൺവെൻഷനിൽ അദ്ദേഹം മാറി നിന്നു. അദ്ദേഹം പരസ്യമായി പ്രസ്താവനകൾ ഇറക്കി. എന്താ അദ്ദേഹം ഇറക്കിയ പ്രസ്താവന? കോൺഗ്രസ് മുക്ത BJP-യാണ് എന്റെ ലക്ഷ്യം. എല്ലാ ചാനലുകാരോടും അദ്ദേഹം പറഞ്ഞല്ലോ. ഇവര് പറയുന്നത് പ്രതിപക്ഷ മുക്ത ഭാരതം എന്നാണ്. പക്ഷേ BJP-യുടെ കേരളത്തിലെ മുതിർന്ന നേതാവ് പറയുന്നു കോൺഗ്രസ് മുക്ത BJP ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ CK പത്മനാഭനെ പോലെ മുതിർന്ന നേതാവിന് പോലും ഈ അധികാര ഭ്രാന്ത് പിടിച്ച് എന്തഴിമതിയും നെറികേടും കാണിക്കുന്ന ഈ BJP-യുടെ ശൈലിയെ വിമർശിക്കേണ്ടി വന്നിരിക്കുക. അതിനാരെയും ഇവർ കൂടെ കൂട്ടും. ഈ കോൺഗ്രസിൽ നിന്ന് ഇവർ സ്വീകരിക്കുന്നവരെല്ലാം RSSന്റെ സിദ്ധാന്തം അത് മനസ്സിലാക്കിയിട്ട് പോയവരെന്നല്ലോ. അധികാരത്തിന്റെ അപ്പകഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ കോൺഗ്രസ് ഈ കൂടുമാറ്റങ്ങൾ മുഴുവൻ നടക്കുന്നത്? അതിന് വേണ്ടിയിട്ടല്ലേ അവര് ആളുകളെ വില കൊടുത്ത് വാങ്ങിക്കുന്നത്? അപ്പോ CK പത്മനാഭനെ പോലെയുള്ള BJP നേതാക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ പോവുകയാണ്. രാജഗോപാൽ ഇപ്പൊ സജീവമായി രംഗത്ത് നിൽക്കുന്നേ ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ഇന്നത്തെ ഈ അധികാരത്തിൽ വന്ന് 10 വർഷം പൂർത്തിയാകുമ്പോൾ മറ്റൊരു കോൺഗ്രസ് ആയി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ജീർണിച്ച ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് BJP. അങ്ങനെ സകല വിധത്തിലും തകർന്നതുകൊണ്ടാണ് വീണ്ടും ഈ വർഗീയ കാർഡ്. PM കെയേഴ്സുമായി ബന്ധപ്പെട്ട് BJP-യുടെ പ്രതിനിധിക്ക് കൂടി പറയാനുള്ളത് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് പിന്നാലെ ഈ PM കെയേഴ്സും വലിയ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. ഇതിനെതിരെ പ്രതിപക്ഷം വലിയ നിലപാടിലേക്ക് നീങ്ങുന്നു എന്നാണ്. ഏതാണ്ട് 12,700 കോടി രൂപ ഇത്തരത്തിൽ BJP കേന്ദ്ര സർക്കാർ സമാഹരിച്ചു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത്. ഇത് ഒരു ഓഡിറ്റിനും വിധേയമല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായ തുക സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഒരു ഏജൻസിയുടെയും പക്കലെത്തിയിട്ടില്ല. പക്ഷേ കൃത്യമായി സംശയിക്കപ്പെടുന്നുണ്ട് ചില വലിയ കണക്കുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന്. വീണ്ടും വലിയ കുരുക്കിലേക്ക് BJP അകപ്പെടുകയാണോ? അല്ല, ഇതിനകത്ത് കുരുക്കൊന്നുമില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് സുതാര്യമായിട്ട് നടന്നൊരു സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത്. അല്ല, കൃത്യമായി അല്ല, ഞാനൊന്ന് പറയട്ടെ. ഇതിനകത്ത് ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടികളാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേവലം നിങ്ങളെപ്പോലെ ഈ കരിമണൽ ഖനനം നടത്തുന്ന കരിമണൽ കർത്തയുടെ പേരിൽ ഈ PV എന്ന് എഴുതി 2 കോടി മേടിച്ച് മകൾക്ക് 3 കോടി മേടിച്ചു കൊടുത്ത് അങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്ന സംവിധാനമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര രൂപ ആരുടെ കയ്യിൽ നിന്നാണെന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഇപ്പൊ സുപ്രീം കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കേസാണല്ലോ. കൃത്യമായിട്ട് BJPക്ക് മാത്രമല്ലല്ലോ, വിവരങ്ങളൊന്ന് പങ്കുവെക്കാമോ? PM കെയേഴ്സിന് ലഭിച്ച ഫണ്ടുകളെ കുറിച്ച് താങ്കൾക്ക് അറിയാവുന്ന വിവരങ്ങളൊന്നും പങ്കുവെക്കാമോ? എല്ലാം സുതാര്യമാണ്. ഞാൻ പറയട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ആരോപണമാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു ആരോപണമാണ്. ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് നിജസ്ഥിതികൾ തിരിച്ചു വരട്ടെ. ഉന്നയിച്ചതാണ്. അത് കോടതിയിൽ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? ഇലക്ട്രൽ ബോണ്ട് ആരോപണം എന്ന് പറയാൻ പറ്റില്ല. BJP എത്ര മേടിച്ചെന്നും കോൺഗ്രസ് എത്ര മേടിച്ചെന്നും തൃണമൂൽ എത്ര മേടിച്ചെന്നും ഇവിടെ നിന്ന് MRF എത്ര കൊടുത്തെന്നും സാബു M ജേക്കബ് എത്ര കൊടുത്തു കൃത്യമായിട്ടുള്ള വിവരമുണ്ടല്ലോ. അത് കോടതി മുമ്പിൽ നടക്കുന്ന കേസല്ല. അത് എങ്ങനെയാണ് അതൊരു അഴിമതിയായിട്ട് നിങ്ങൾ കണക്കാക്കുക?
ഒരു പ്രസ്ഥാനത്തിന് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ആ പണം നേടുന്ന സാഹചര്യത്തിൽ നിങ്ങളെപ്പോലെയുള്ള CPM പോലെയുള്ള പ്രസ്ഥാനത്തിന് ഇലക്ട്രൽ ബോണ്ടുകളല്ല, അത് നിങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കുകളായിക്കോട്ടെ, അതല്ലല്ലോ നിങ്ങളുടെ രീതി. ഞങ്ങളുടെ രീതി BJPക്ക് ഈ രാജ്യത്ത് നിന്ന് എത്ര രൂപ കിട്ടിയെന്ന് കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിന് ആശങ്കയുമില്ല. അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടിയത്. അതിന് മുമ്പ് അങ്ങനെയായിരുന്നില്ലല്ലോ. നിങ്ങളെ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾക്കുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് ഈ വിഷയത്തിൽ BJP നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും വലിയ വിദ്വേഷ പ്രചാരണത്തിന് വലിയ സാധ്യതകൾ രാജ്യത്ത് ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. എം ജയചന്ദ്രൻ കേൾക്കാം. എന്നോടാണോ അതെ, എന്നോടാണോ ചോദിച്ചത്? അതെ. ഇലക്ട്രൽ ബോണ്ട് പ്രിന്റു പറഞ്ഞതൊക്കെ 100 അല്ല 1000 മടങ്ങ് 1000% ഈ രാജ്യ താല്പര്യ വിരുദ്ധമായ പദ്ധതിയാണ്. പ്രിന്റ് പറഞ്ഞതുപോലെയല്ല. കാരണം അത് സംബന്ധിച്ച് വളരെ സമഗ്രമായി പഠിക്കാൻ ശ്രമിക്കുകയും 10 ലക്കങ്ങളായ ഒരു പരമ്പര എഴുതുകയും ചെയ്ത ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. വളരെ സമഗ്രമായി പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. പ്രിന്റുവിനോട് അതിനെ കമ്പോട് കമ്പ് തർക്കിക്കാൻ തയ്യാറാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയാം. നാളെ 21 നാളത്തെ കൊണ്ട് തരണം എന്ന് സുപ്രീം കോടതി മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൽഫ ന്യൂമറിക്കൽ കോഡ് ഇതാണല്ലോ പറഞ്ഞേക്കുന്നത്. അതിനെ സംബന്ധിച്ച് നാളെ കൊടുക്കുവോ ഇല്ലയോ നാളെ അറിയാം. പക്ഷേ അതിലൊരു ഉള്ളടക്കം മാത്രം ഞാൻ പറയാം. ഞാൻ അത് പഠിച്ച് എഴുതിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ആൽഫ ന്യൂമറിക്കൽ കോഡ് എന്ന് പറയുന്നത് SBI പറഞ്ഞത് അത് നമ്മുടെ നോട്ടുകൾ, കറൻസി നോട്ടുകളിൽ ഉള്ളതുപോലെ ഉള്ള ഒരു സീരിയൽ നമ്പറാണ്. അടിസ്ഥാനരഹിതമാണ് SBI സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇന്നലെ. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പഠിച്ചെഴുതിയോണ്ട് പറയുക. ഇത് ഒരു കോഡാണ്. ഈ കോഡ് SBIയുടെ ഹെഡ് ഓഫീസിനെ ഡീകോഡ് ചെയ്യാൻ അറിയാം. ഏതാ ഈ ആൽഫ ന്യൂമറിക്കൽ കോഡ് ഡീകോഡ് ചെയ്യാൻ SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് അറിയാം. പിന്നെ അറിയാവുന്ന ആർക്കാണെന്ന് അറിയാമോ? എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ. ആർക്കറിഞ്ഞുകൂടാ? ആദ്യം അറിയേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കാരണം ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്ത് രൂപയുടെ വിനിമയ നിരക്കുകളെയും മൂല്യത്തെയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർക്ക് കൊടുത്തിട്ടില്ല ഇത്. ഏത്? ഈ ആൽഫ ന്യൂമറിക്കൽ കോഡിന്റെ ഡീകോഡ് ചെയ്യാനുള്ള കീ അവർക്കില്ല. പക്ഷേ കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിൽ എക്കണോമിക് അഫയേഴ്സ് ഡയറക്ടറേറ്റിൽ അത് ഉണ്ട്. അവിടുത്തെ പ്യൂണിന് വരെ അറിയാം. SBIയുടെ കേന്ദ്ര ഓഫീസിൽ അറിയാം. ഇതാണ് ചെവിക്ക് പിടിച്ചത് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. അത് നാളെ അറിയാൻ പോകുന്നു. പിന്നെ ഞാൻ പറയാൻ മുമ്പേ വിരല് പൊക്കിയത് നിലിമ മറ്റൊരു കാര്യം പറയാനാണ്. ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോ ഇസ്രായേൽ വിരുദ്ധ നിലപാടുണ്ടായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ നയത്തിൽ. അതുപോലെ തന്നെയായിരുന്നു ഇന്ത്യക്കുള്ള അവിഛിന്നമായ ഒരു പാരമ്പര്യം, പീഡിതരെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. മറക്കരുത് പ്രിന്റു, നിങ്ങളടക്കമുള്ള BJP പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറക്കരുത്. 1971 കിഴക്കൻ പാകിസ്ഥാൻ എന്ന പ്രദേശത്തു നിന്നാണ് ബംഗ്ലാദേശ് ഉണ്ടാവുന്നത്. ഇന്ദിരാഗാന്ധി ഭരിക്കുന്നു, ഇന്ത്യൻ പട അങ്ങോട്ട് നീങ്ങുന്നു, ബംഗ്ലാദേശായി മാറുന്നു. ഇന്നും പശ്ചിമ ബംഗാളിലുള്ള നമ്മൾ പറയുമല്ലോ ബംഗാളികൾ, പലരും ബംഗാളിലുള്ളവരല്ല, ബംഗ്ലാദേശികളാണ്. ഇപ്പോഴും ആ മുറിവ് മുസ്ലിം വിഭാഗത്തിൽ അവിടെയുള്ള ഷിയ സുന്നി ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റിന്റെ ഇരയായി പീഡിതരാക്കപ്പെട്ടവർ, അനുഭവിക്കുന്നവർ ആണ് ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്. അവരെ രക്ഷിക്കാനാണ് കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം സേനയെ അയച്ച്, ഇന്ത്യൻ സേനയെ അയച്ച് ബംഗ്ലാദേശ് ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ കൊണ്ടിരിക്കുന്ന നിയമം എന്താണ്? CAA മുസ്ലിങ്ങൾക്ക് ബാധകമല്ലത്രേ. അപ്പൊ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് പീഡനം അനുഭവിക്കുന്നവരില്ലേ? അഫ്ഗാനിസ്ഥാനിലില്ലേ? ബംഗ്ലാദേശിലില്ലേ? ഇതാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ പച്ചയ്ക്ക് പറയണം, അമിത്ഷാ പറയണം. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നതായി ഞങ്ങൾ കരുതുന്നില്ല, BJPക്ക് അങ്ങനെ അഭിപ്രായമില്ല എന്ന് പറയാത്ത എന്താണ്? ആ ധൈര്യം കൂടെ കാണിക്ക്, പ്രിന്റെങ്കിലും കാണിക്ക് ഈ ചർച്ചയിൽ. അതാണ് ഞങ്ങളുടെ അഭിപ്രായം, നിലപാട് പറ. അങ്ങനെ പറയാതെ 30,000 പേരാണ് 33,000 പേരെയാണ് എന്ന് പറഞ്ഞ് തടി തപ്പരുത്. എനിക്ക് അതിനോടാണ് വിയോജിപ്പ്. നമുക്ക് ഏത് നിലപാടും രൂക്ഷമായി സമഗ്രമായി ചർച്ച ചെയ്യാം. പക്ഷേ ഈ എസ്കേപ്പിസം പാടില്ല. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായെന്നുള്ളത് നിങ്ങൾ പറയാൻ തയ്യാറാവണം. എന്നിട്ട് പറയണം, ഞങ്ങൾ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നതായി ഞങ്ങൾ കരുതുന്നില്ല, BJPക്ക് അങ്ങനെ അഭിപ്രായമില്ല. അതുകൊണ്ടാണ് അവിടുന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ലാത്തത് എന്ന് നിലപാട് പരസ്യമായി പറയുന്നേ.
അത് പറയില്ല. എന്നിട്ട് അബ്ദുൽ സലാമിനെ പോലുള്ള പാവപ്പെട്ടവരെ കുഴി ചാടിക്കും. ശോഭാ കരന്തലയെ പോലുള്ളവരെ കൊണ്ട് വിദ്വേഷ പ്രസ്താവന ഇറക്കിക്കും. ഇത്തരം അഭ്യാസങ്ങളൊന്നും ഈ 18ാം ലോക്സഭാ ഇലക്ഷനിൽ പിന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വകവെച്ച് തരില്ല. അവർക്കത് മനസ്സിലായിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ആഞ്ഞുള്ള വോട്ടിംഗ് ആയിരിക്കും ഇത്തവണ നിങ്ങൾക്കെതിരെ വരാൻ പോകുന്നത്. ഇന്ത്യയിൽ ഉടനീളമുള്ള 22 കോടി ഉണ്ടല്ലോ മുസ്ലിം ജനവിഭാഗം തന്നെ അതാണ് നിലപാട് സ്വീകരിക്കും. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. എത്തുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ തന്നെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ളതായി വന്ന ഒരു വാർത്ത, കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അമേഠി പൂർണ്ണമായും കോൺഗ്രസ് കൈയൊഴിയുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അമേഠി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ശക്തമായ വികാരമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ 2019 55,120 വോട്ടുകൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു ദുസ്ഥിതി അവിടെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി. പക്ഷേ അവിടെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതുപോലെ തന്നെ BJP വലിയൊരു രാക്ഷസ ഭാവം പൂണ്ട് 2024 നമ്മുടെ മുന്നിൽ എത്തുകയാണ്. അവിടെ വളരെ കൃത്യമായ ഒരു നേതാവ് ഉണ്ടാകണം, ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ മത്സരിക്കുന്ന ഒരു നേതാവ് ഉണ്ടാകണം എന്നത് കോൺഗ്രസ് അണികളുടെ ശക്തമായൊരു ആവശ്യമാണ്. പക്ഷേ അമേഠിയെ പൂർണ്ണമായും മറന്നുകൊണ്ട് വയനാട്ടിലേക്ക് മാത്രമായി അദ്ദേഹം അഭയം തേടുന്നൊരവസ്ഥ ഉണ്ടാകുകയാണ്. കോൺഗ്രസിന് എത്രത്തോളം അണികൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയും? യഥാർത്ഥത്തിൽ അമേഠിയെ കൈവിടാതെ അമേഠിയിൽ കൂടി മത്സരിക്കേണ്ടതല്ലേ രാഹുൽ? ശ്രീ നീലിമ, കോൺഗ്രസ് അതിന്റെ ഒന്നാം ഘട്ട കാൻഡിഡേറ്റുകളുടെ ലിസ്റ്റുകൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകുമോ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുമോ? അല്ല, കേൾക്കൂ, ഞാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലോ കാൻഡിഡേറ്റ്സ് സ്ക്രീനിംഗ് കമ്മിറ്റിയിലോ ഞാൻ അങ്ങയുടെ ഒരു പ്രതീക്ഷയാണ് ചോദിച്ചത് കേട്ടോ. വസന്തിന്റെ ഒരു പ്രതീക്ഷയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, പക്ഷേ കേൾക്കൂ, പക്ഷേ അമേഠിയിൽ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. 2019-ലെയും 2014-ലെയും സ്ഥിതി അല്ല നിലവിലുള്ളത്. അതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതിന്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ചില കക്ഷികളുമായി ചില സീറ്റുകളിൽ ധാരണ ഉണ്ടാവും, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടിയൊക്കെ പരിഗണിച്ച ശേഷമാണ് 2ാം ഘട്ടവും 3ാം ഘട്ടവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും. ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം നേരിട്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ എന്നല്ല, രാജ്യത്ത് ഏത് സീറ്റിലും, അമേഠിയിൽ നിന്നല്ല, ഗുജറാത്തിൽ ഇനി ആണെങ്കിൽ പോലും ഏത് സീറ്റിൽ മത്സരിക്കാനും രാഹുൽ ഗാന്ധി തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ആ അത്തരത്തിൽ ഒരു രണ്ടാമത്തെ കാര്യം, 2 കാര്യങ്ങൾ വളരെ ചുരുക്കി ബാക്കി അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വസന്ത് എനിക്ക് തന്ന സമയം വളരെ കുറവാണ്. അങ്ങ് നോക്കിയാൽ എനിക്ക് 5 മിനിറ്റേ കിട്ടിയിട്ടുള്ളൂ. സെക്കൻഡ് ലാപ്പ് ആണ്. സെക്കൻഡ് ലാപ്പ് എനിക്ക് CAAയ്ക്കും ഇലക്ട്രൽ ബോണ്ടിന് ഉത്തരം പറയുന്നതായിട്ട് അടുത്ത അതിഥികളിലേക്ക് ഉത്തരം പറയുന്നില്ലേ? CAA വളരെ നിസ്സാരമായാണ് ഇവിടെ BJP പ്രതിനിധി അവതരിപ്പിക്കുന്നത്. നോക്കൂ, CAA ഞങ്ങളൊരു 30,000 പേരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലേ. എവിടെയാണ് അത് പ്രശ്നമാവുന്നതെന്ന് ചോദിച്ചാൽ 2019 ഗുജറാത്തിൽ നടത്തുന്ന ഇലക്ഷൻ റാലിയിൽ അമിത്ഷാ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. നോക്കൂ, എന്താണത്? ഞങ്ങൾ CAA നടപ്പിലാക്കാൻ പോകുന്നു. അതിനോടൊപ്പം ക്രോണോളജി നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ CAA കഴിഞ്ഞാൽ NPR വരും, NRC വരും എന്നുള്ളത് വളരെ കൃത്യമായി ഇവരുടെ താത്വിക ആചാര്യൻ, ഇവരുടെ ലീഡർ ശ്രീ അമിത്ഷാ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CAAയിൽ തുടങ്ങിയാൽ അത് NPRലും NRCയിലുമേ വന്ന് അവസാനിക്കൂ എന്നുള്ളിടത്താണ് യഥാർത്ഥ പ്രശ്നം നിൽക്കുന്നത്. 2 വളരെ ചുരുക്കി തന്നെ പറഞ്ഞേക്കാം. രണ്ടാമത്തെ പ്രശ്നം ഇലക്ട്രൽ ബോണ്ടാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ലേ? സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു പാർട്ടികൾ സ്വീകരിക്കുന്നില്ല, ഇന്ത്യ മുന്നണികളെ സ്വീകരിച്ചിട്ടുണ്ട്. സ്വമേധയാ ഏതെങ്കിലും പാർട്ടിക്ക് ആരെങ്കിലും ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും 3 സാധ്യതകളാണുള്ളത്. ഏതെങ്കിലും സാധ്യത ഉപയോഗിച്ച് പണം നൽകിയ തെറ്റാണോ? തെറ്റല്ല. എവിടെയാണ് തെറ്റെന്ന് ചോദിച്ചാൽ 2011 ഷെഹാബുദ്ദീൻ കേസിൽ CBI ഗുജറാത്ത് സർക്കാരിനെതിരെ കൊടുക്കുന്ന ഒരു കുറ്റപത്രമുണ്ട്. ആ കുറ്റപത്രത്തിൽ CBI പറയാണ് there is an extraction gang is happening in ഗുജറാത്ത്. അവിടെ ഒരു പിടിച്ചുപറി സംഘമുണ്ട് ഗുജറാത്തിൽ. ആ സംഘത്തിന്റെ തലവൻ
ആ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ്. അതിന്റെ കൂടെ ഉള്ളത് അവിടുത്തെ വിജിലൻസും പോലീസുമാണ്. ഇന്ന് ആ എക്സ്ട്രാക്ഷൻ സംഘം, ആ പിടിച്ചുപറി സംഘം എവിടേക്ക് മാറിയിരിക്കുന്നു? ദില്ലിയിലേക്ക് മാറിയിരിക്കുന്നു. അന്ന് അമിത്ഷായും പോലീസും വിജിലൻസും ആണെങ്കിൽ ഇന്നത് നരേന്ദ്രമോദി, ഇഡിയും CBIയുമാണ് എന്നുള്ളിടത്താണ് പ്രശ്നം. നമ്മുടെ സാന്റിയാഗോ മാർട്ടിന്റെ ഓഫീസിൽ 400 കോടി പിടിച്ചു വെച്ചതിന് ശേഷമാണ് ED തേർവാഴ്ച, അന്വേഷണങ്ങളുടെ തേർവാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം 1000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നത്. മേഘ ഇൻഫ്രാസ്ട്രക്ചർ, ആ മേഘ ഇൻഫ്രാസ്ട്രക്ചറിന് ഈ വിഷയം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സമയപരിമിതി മൂലം ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുകയാണ്. VPP മുസ്തഫ, ഇന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ചെറുമകൻ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഒരു തുറന്ന കത്ത് അദ്ദേഹം, എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഹിന്ദു ദിനപത്രത്തിന് എഴുതിയ ഒരു തുറന്ന കത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിലെ വലിയൊരു നേതാവായ ആനി രാജയ്ക്കെതിരായി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നത് നിരാശാജനകമാണ്. രാഹുൽ വിജയിക്കുകയും പാർലമെന്റിൽ നേതൃത്വം നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇന്ത്യ സഖ്യത്തെ നെടും തൂണുകളിലൊന്നായ ഒരാളെ നേരിടാൻ വേണ്ടി വയനാട്ടിലെത്തുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്, ഈ ചെറുമകൻ ആവശ്യപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ വയനാട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്, കോൺഗ്രസിന് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ ബലത്തിലാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ വയനാട്ടിൽ കിടന്ന് കറങ്ങാതെ യഥാർത്ഥത്തിൽ അമേഠിയിലല്ലേ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? ശ്രീ VPP മുസ്തഫയോടെയാണ് ചോദ്യം. ശ്രീ VPP മുസ്തഫ, ഡൽഹി മത്സരിക്കാൻ പറയൂ ആനി രാജയോട്. ആർജവമുണ്ടോ? BJPക്കെതിരെ മത്സരിക്കണ്ട, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വസന്ത് ദയവായി ഒന്ന് സഹകരിക്കുക. അദ്ദേഹം പറയട്ടെ, VPP പറയട്ടെ. അല്ല, VPPക്ക് 3/4 മണിക്കൂർ കൊടുത്തു ഈ ചർച്ചയിൽ, പിന്നെ ഇനിയും VPPക്ക് കൊടുക്കണോ? എന്തോന്ന് ചർച്ചയാണത്? അദ്ദേഹത്തിന് അഭിപ്രായം പറയട്ടെ. താങ്കളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു അക്കാര്യത്തിൽ. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കുന്നത് ആരാണ്? ആനി രാജയാണ് വന്ന് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് അവിടെ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ ഒരു ചർച്ച ഒരു തലത്തിലും നടന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ശ്രീ VPP, ഇവിടെ കോൺഗ്രസിനെ കുറിച്ചുള്ള വിമർശനം തന്നെ ഞങ്ങൾ ഉയർത്തുന്ന ഇതാണ്. കോൺഗ്രസിനെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, വിശ്വസിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിക്കുന്നില്ല. കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വം അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. അവര് BJPയുടെ തീവ്ര വർഗീയതയെ എതിർക്കാൻ മൃദു വർഗീയതയാണ് ബദൽ മാർഗമായിട്ട് സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ നാശമായിട്ട് ഭവിക്കുന്നത്. കോൺഗ്രസിന്റെ ആളുകൾ വളരെ സജീവമായിട്ടുള്ള AK ആന്റണിയുടെ മകൻ, അതുപോലെ K കരുണാകരന്റെ മകൾ, ഇങ്ങനെ എന്ന് മാത്രമല്ല ഒരു ആയുസ് മുഴുവൻ തങ്ങളുടെ യൗവനധിഷ്ഠമായ നാളുകൾ മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഒരു ഷർട്ട് ഊരിവെക്കുന്ന ലാഘവത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി കഴിയുന്നത്? കോൺഗ്രസ് ഇന്ന് അവരുടെ ഐഡിയോളജി മൃദുവർഗീയതയാക്കി മാറ്റി. അങ്ങനെ മൃദുവർഗീയതയെ ശീലിച്ചു വരുന്നവർക്ക് പിന്നെ തീവ്രവർഗീയതയിലേക്കുള്ള വഴി വളരെ എളുപ്പമാണ്. ഇങ്ങനെ നിങ്ങൾ കളിച്ചിട്ടല്ലേ അമേഠി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഇങ്ങനെയല്ലേ ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോയത്? ഇങ്ങനെയല്ലേ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലുമെല്ലാം നിങ്ങളല്ലേ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ഉണ്ടായിരുന്നത്? അവിടുന്ന് ഈ നിലയിലേക്ക് കോൺഗ്രസ് എത്തിയത് എങ്ങനെയാ? ആ വഴിയിലെ ഏറ്റവും തെറ്റായ തീരുമാനമാണ്. നിങ്ങൾ 2019 മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അന്ന് വയനാട്ടിൽ മത്സരിച്ചതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാം കൂടെ ഇരുന്ന് ഒരു ഇന്ത്യ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തു. സ്വാഭാവികമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ 2019 അല്ല എന്ന് മനസ്സിലാക്കിയാൽ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ എവിടെയാ തെരഞ്ഞെടുക്കേണ്ടത്? ഇനി അദ്ദേഹത്തിന് അമേഠി ഉറപ്പില്ല, എന്നാൽ ഉറച്ച ഒരു സീറ്റ് വേണം. അത് BJPയും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് ഇല്ലാത്ത, BJPയും ഇടതുപക്ഷവും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് ഇല്ലാത്ത കേരളമാണോ തെരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾ കർണാടകം തെരഞ്ഞെടുത്താൽ ഇന്നിപ്പോൾ അവിടെ നിങ്ങളുടെ ഭരണം കൂടി ഉണ്ടല്ലോ, മനസ്സിലാക്കാമായിരുന്നു. കാരണം എന്താ, അവിടെ കർണാടകവും കോൺഗ്രസും BJPയും ഡയറക്റ്റ് ഫൈറ്റ് ആ കർണാടകത്തിൽ. നിങ്ങൾ അത് തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ മനസ്സിലാക്കാമല്ലോ. മുമ്പ് ഇന്ദിരാഗാന്ധി അവിടെ മത്സരിച്ചിട്ടുണ്ടല്ലോ, സോണിയാഗാന്ധി കർണാടകത്തിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. എന്തേ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല? അപ്പൊ അവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്താ?
നിങ്ങൾ ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ദുർബുദ്ധിയാണ്. വി.ഡി. സതീശനും കെ. സുധാകരനും നയിക്കുന്ന കോൺഗ്രസിന്റെ അപകടകരമായ പോക്കാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുള്ളത്. ശ്രീ എം ജയചന്ദ്രൻ, ഈ കോൺഗ്രസിന്റെ നിലപാട് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടതല്ലേ? കാരണം കോൺഗ്രസിന് മത്സരിക്കണമെങ്കിൽ ഈ രാജ്യത്തെ എവിടെ വേണമെങ്കിലും അവർക്ക് സ്വാധീനമുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇതുപോലൊരു വലിയ നേതാവിനെ വയനാട്ടിൽ തന്നെ മത്സരിച്ച് ഇവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു സാധ്യത കളയണമോ? ഇന്ത്യ സഖ്യം ഒരു സഖ്യമായി കണക്കാക്കുമ്പോൾ വളരെ കൃത്യമായി ഇവിടെ ഇടതുപക്ഷ പാർട്ടികൾ കൂടി അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ അംഗബലം വർദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള എത്രയോ സീറ്റുകൾ കോൺഗ്രസിന് മുന്നിലുണ്ട്, രാഹുൽ ഗാന്ധിക്ക് മുന്നിലുണ്ട്. ആന്ധ്രയിലെ 25, കർണാടകയിലെ 28, തെലങ്കാനയിലെ 17, കേരളത്തിലെ 20, തമിഴ്നാട്ടിലെ 10, ഗോവയിലെ 1, ഇത്രയും ഏതാണ്ട് 100ഓളം സീറ്റുകളുണ്ടല്ലോ. ഇതിൽ നിന്ന് കോൺഗ്രസിന് സീറ്റ് ലോക്സഭയിൽ കിട്ടാനുള്ളൂ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമായി ബോധ്യപ്പെട്ടു എന്നുള്ളതിന്റെ ദയനീയ ചിത്രമാണ് ഈ കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് മാറാൻ പറ്റാത്തതിന്റെ അടിസ്ഥാന കാരണം എന്ന് ഇന്ത്യയിൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. 2019 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ വോട്ടർമാർക്ക് നൽകുന്നതെന്നാണ് 2019 ഏപ്രിൽ അവസാനം അദ്ദേഹം ചോദിച്ചത്. ഇന്ന് അതേ ചോദ്യം ഇന്നലെ ആരാണ് ധീരാജ ആ ചോദ്യം ഇന്നലെ ചോദിച്ചത് ഞാൻ കേട്ടു. മറ്റു പലരും ചോദിക്കുന്നുണ്ട്, മറുപടിയില്ല കോൺഗ്രസിന്. അത് ദൗർബല്യം കോൺഗ്രസ് സ്വയം സമ്മതിക്കുകയാണ്. മോദിയുടെ മുമ്പിൽ ദൗർബല്യം സ്വയം സമ്മതിക്കുന്ന കോൺഗ്രസിനെയാണ് ഇവിടുന്ന് വിട്ടുപോകാൻ ത്രാണിയില്ലാത്ത വിധം തളയ്ക്കപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ വോട്ടർമാർക്ക് മുമ്പിൽ സ്വയം അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്രയൊക്കെ കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിച്ചാലും ശരി, അത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. ആ ദൗർബല്യം മറികടക്കാനായിട്ട് മാർഗമില്ലാത്തതിന് കേരളത്തിലേക്ക് വന്നാൽ 2019 ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള എത്രയോ വ്യാമോഹമാണ് എന്നുള്ളതാണ് ഇനി തെളിയാൻ പോകുന്നത് 26 ഏപ്രിൽ 26. അതാണ് കേരളത്തിന്റെ അവസ്ഥ. ആ തരത്തിലേക്ക് കേരളത്തിലെ വോട്ടർമാർ ഇപ്പോൾ സുനിശ്ചിതമായ തീരുമാനം എടുത്തിട്ടുണ്ട്. ശബരിമലയില്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന കേരളത്തിലെ ഒരു വോട്ടറും സ്വപ്നം കാണുന്നില്ല, കോൺഗ്രസുകാർ പോലും സ്വപ്നം കാണുന്നില്ലല്ലോ. ആ സ്ഥിതിയിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. ആ വോട്ടർമാരുടെ ജനഹിതം ഇനി അവർ ഉൾക്കൊള്ളുക എന്നുള്ളതിന് മാത്രമേ നമ്മൾ ഇനി തയ്യാറാവേണ്ടതുള്ളൂ. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുകയാണ്. മോദി ഭരണത്തിന് അറുതി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പൊതുരീതികൾ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ആൻഡ് ന്യൂസിന്റെ രണ്ടാം ഭാഗം ചർച്ച ചെയ്തത് ആ വിഷയമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത VPP മുസ്തഫ, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, പ്രിന്റു മഹാദേവ്, M ജയചന്ദ്രൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.